ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ചെല്ലാ ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് പരീക്ഷ നമ്മുടെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ നമ്മളുടെ പഠനങ്ങളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നമ്മൾ മുമ്പോട്ട് പോവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സ് +1 മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് മുന്നോടിയായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കായിട്ട് മുമ്പോട്ട് പോയി പരീക്ഷയ്ക്ക് ഉന്നത വിജയം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ടോപ്പ് മാർക്കും നിങ്ങൾക്ക് നേടാം എന്നതിനെ പറ്റി. അപ്പം എനിക്ക് അതിനു മുമ്പ് ചോദിക്കാനുള്ളത് പൊതുവായിട്ടൊരു കാര്യമാണ്. എങ്ങനെയുണ്ട് +1 മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്? 10ാം ക്ലാസ്സിൽ മാത്സ് കണ്ടു, ഉന്നത മാർക്ക് നേടി, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വന്ന് +1 മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ സെറ്റിൽ തുടങ്ങിയ യാത്രയാണ്. ഇപ്പം നമ്മൾ ഏതാണ്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ ആ വഴികളിലൂടെ അങ്ങ് കടന്ന് ടിക്നോമെട്രിയിലൂടെ വന്ന് ബൈനോമിയൽ തിയറം വഴി, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വഴി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വഴിയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? പുക പോയോ? ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, കുറച്ച് ആളുകൾക്ക് എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ബേസിക്കലി നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ ടേംസ്, കുറേ നൊട്ടേഷൻസ്, കുറേ കോൺസെപ്റ്റുകൾ എല്ലാം ഉണ്ട്. മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. +1 മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പ്രൊഫഷണലായിട്ട്, അതായത് ഒരു എഡ്യൂക്കേഷൻ ബേസിസിൽ നിങ്ങൾ ഏതൊരു ഫീൽഡിൽ പോയാലും പഠിക്കേണ്ട മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും ബേസ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പലതരം കോൺസെപ്റ്റുകളെ പറ്റി വ്യക്തമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് ഈ +1 മാത്തമാറ്റിക്സിൻ്റെ കണ്ടന്റുകളെ ഒന്ന് വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ പറ്റി കാണാം. ഓക്കെ, അപ്പോൾ പേടിയല്ല ഇവിടെ വേണ്ടത് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ +1 മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. ഓക്കെ ആണോ? ശരി മക്കളെ, നോക്കിക്കേ. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ പാറ്റേണും അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ്. അപ്പം ബേസിക്കലി നമ്മൾ 10ാം ക്ലാസ്സിൽ കണ്ടതെന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ എക്സാമാണ് നടക്കുക. 60 മാർക്ക്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഉള്ള എങ്ങനെയായിരുന്നു? 80 മാർക്കായിരുന്നു അല്ലേ? നമുക്ക് 80 മാർക്ക്, ഒരു 2.5-3 മണിക്കൂർ എക്സാം ടൈം എന്നുള്ള രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം 60 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ ഈ 20 മാർക്ക് എന്ന് പറഞ്ഞൊരു വസ്തുത ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ 20 മാർക്ക് എന്ന് പറയുന്നത് ലാബുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് ലാബ് മാത്തമാറ്റിക്സിനുണ്ട്, അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് ബന്ധപ്പെട്ട് 60 മാർക്കിൻ്റെ പരീക്ഷയാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യമാണ്. ഇനി അതിൻ്റെ അകത്ത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, 6 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായി? അപ്പോൾ നോക്കാം മക്കളെ, 3 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളുണ്ട്. ഈ 8 ചോദ്യവും ഞാൻ എഴുതണോ സാറേ എന്നല്ല ചിന്തിക്കേണ്ടേ. ഈ 8 ചോദ്യത്തിൽ ഇത്രയും ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് 8ൻ്റെ അകത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 8ൻ്റെ അകത്ത് ഏതെങ്കിലും 6 എണ്ണം എഴുതാനോ അങ്ങനെയായിരിക്കും ചോദിക്കുക. ഓക്കെ ആണല്ലോ? അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? ചോയ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ ചോദ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്ത് ഉത്തരം എഴുതണം എന്നുള്ളത്. അതുപോലെ 4 മാർക്കിൻ്റെ 7 ചോദ്യങ്ങൾ, 6 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ. ഒരു കാര്യം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, മാത്തമാറ്റിക്സ് എന്നൊരു പരീക്ഷ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നൊരു വിഷയം നിങ്ങൾ എടുത്ത് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ചോദ്യത്തിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. 3 മാർക്കിൻ്റെ ചോദ്യത്തിന് എഴുതുന്ന ഉത്തരവും 6 മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഉത്തരവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ദ വേ യു പ്രസൻറ്റ് ഇറ്റ്, എങ്ങനെ ഉത്തരങ്ങളെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അധികം പഠിച്ച് കൃത്യമായി പഠിച്ചു എന്നതുകൊണ്ട് മാത്രമായില്ല മക്കളെ. എങ്ങനെ കൃത്യമായിട്ടൊരു ചോദ്യത്തിന് അത് ഉത്തരമായി നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഉത്തരക്കടലാസിൽ കൺവേ ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. മക്കളെ, ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ട്രിഗ്നോമെട്രി ആൻഡ് ലിമിറ്റ്സ്, ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററും ഒരു കാരണവശാലും കൈവിട്ട് കളയരുത്. കാരണം +2-ൽ
നമുക്ക് ഇതേ ട്രിഗണോമെട്രിയും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവും ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യ പട്ടികയിൽ കടന്നു വരിക ട്രിഗണോമെട്രിയും രണ്ടാമത് വരുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സുമാണ്. അതിനുശേഷം വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പരാബോള, ഹൈപ്പർബോള, എലിപ്സ്, സർക്കിള് എന്നിവയെ പറ്റി സംസാരിക്കുന്ന കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം ആദ്യത്തെ പട്ടികയിൽ ആദ്യത്തെ 3 സ്ഥാനത്തിൽ കടന്നു വരുന്നത് ആരൊക്കെയാണ്? ട്രിഗണോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആൻഡ് കോണിക് സെക്ഷൻസ്. ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ട്രിഗണോമെട്രിക്ക് 10 മുതൽ 13 മാർക്ക് വരെ ഈ കഴിഞ്ഞ എക്സാമുകളെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 10 മുതൽ 13 മാർക്ക് വരെ ട്രിഗണോമെട്രി എന്ന ഒറ്റ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു 9 മുതൽ 12 വരെ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കോണിക് സെക്ഷനിലേക്ക് വരുമ്പോൾ 9 മുതൽ 10 വരെ മാർക്കുകൾ, ഞാൻ ഈ പറയുന്നത് മാർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, ആ മാർക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ ഈ പറയുന്ന 3 ചാപ്റ്ററിൽ എത്രമാത്രം മാർക്കുണ്ട് എന്നുള്ളത്. അതായത് ഈ 60 മാർക്കിൻ്റെ ഒരു മേജർ അവകാശവും മാർക്കാണ് ട്രിഗണോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, കോണിക് സെക്ഷനിലേക്ക് പോകും. ഇനി സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ പ്ലസ് വണ്ണിലെ സെറ്റ് എന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു 6 മുതൽ 10 വരെ മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇന്നതെന്നല്ല, റേഞ്ച് ആണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഏതൊക്കെ ചാപ്റ്റർ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കണമെന്നുള്ളത്. ഇനി റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലേക്ക് വരുമ്പോഴും നമുക്ക് ഇതേ സെയിം തന്നെ ഒരു 7 to 10 മാർക്ക് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. സീക്വൻസ് ആൻഡ് സീരീസും 7 മുതൽ 10 മാർക്ക് വരെ എന്ന രീതിയിൽ കണക്കാക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇൻട്രൊഡക്ഷൻ ടു 3D, ലീനിയർ ഇൻഇക്വാളിറ്റി, ബൈനോമിയൽ തിയറം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാനും കൂടെ മാറ്റി എഴുതിയപ്പം താരതമ്യേന ചെറിയ ചാപ്റ്ററുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ടു 3D ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 4 മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അത് 3 മുതൽ 4 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. ലീനിയർ ഇനിക്വാലിറ്റി ആണെങ്കിലും 3 മുതൽ 4 മാർക്ക് വരെ, ബൈനോമിയൽ തിയറം ആണെങ്കിലും 3 മുതൽ 4 മാർക്ക് വരെ, പെർമ്യൂട്ടേഷൻ എന്ന് കഴിഞ്ഞ പ്രാവശ്യം 3 മാർക്കിന് ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, നമുക്കൊരു 3 മുതൽ 4 മാർക്ക് വരെ എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി, എന്താണ് ഏതൊക്കെ ചാപ്റ്ററാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വാരി വലിച്ച് പഠിക്കുക എന്നതിലുപരി ചാപ്റ്ററുകളെ ആദ്യം അതിൻ്റെ നിലവാരമനുസരിച്ച്, മാർക്കിൻ്റെയും അതിൻ്റെ കണ്ടൻറ്റിൻ്റെയും നിലവാരമനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് വേണം പഠിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ചാപ്റ്ററിൻ്റെ ഒരു വെയിറ്റേജിൻ്റെ ഏകദേശമുള്ളൊരു പ്രഡിക്ഷൻ കഴിഞ്ഞ പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണോടാ? മനസ്സിലായോ? ഇനി എനിക്ക് മക്കളെ നിങ്ങളോട് പറയാനുള്ളത് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയുന്നതായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. ഞാൻ തരുന്നത് നിങ്ങൾക്കൊരു ഐഡിയ ആണ്. അതായത് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്കിപ്പം കൊല്ലത്ത് നിന്നും കാസർഗോഡേക്ക് പോകണമെങ്കിൽ നിങ്ങൾ കൊല്ലം കാസർഗോഡ് നിൽക്കുമ്പോൾ പല റൂട്ട് കാണിക്കും. പക്ഷേ ഇതെല്ലാം പോകുന്ന രീതികൾ സെയിം ആയിരിക്കും അല്ലേ? ആ വഴി ഒന്ന് തെളിച്ച് കാണിക്കുകയാണ്, അതുപോലെ തന്നെ വഴി തെളിച്ച് കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്യാനും സ്ട്രാറ്റജൈസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള പൂർണ്ണ അവകാശമുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ഐഡിയ പറയാം. ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ചാപ്റ്ററുകൾ ആദ്യം തന്നെ പഠിച്ച് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ ട്രിഗണോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് അങ്ങനെയുള്ള ചാപ്റ്ററുകൾ എന്താണ് ഇപ്പം വരും ദിവസങ്ങളിൽ തന്നെ പയ്യെ ചെറിയ റിവിഷൻസ് ആയിട്ട് തുടങ്ങുക. പല തുള്ളി പെരുവെള്ളം എന്ന ഐഡിയ എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഓരോ ദിവസവും അല്പം ട്രിഗണോമെട്രി, അല്പം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് റിവൈസ് ചെയ്തോടാ. നിങ്ങൾക്ക് കൃത്യമായിട്ടും എക്സാം ആകുമ്പോഴത്തേന് ആ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തും പഠിച്ചു മാറാനായിട്ട് സാധിക്കും. അവസാന സമയത്ത് കൂട്ടിയിട്ട് പഠിക്കുകയല്ല വേണ്ട. നമ്മൾ ഈ കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന പോലെ ചെയ്യാൻ നിൽക്കരുതേ. എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ഡിഫിക്കൽട്ടുള്ള ചാപ്റ്ററുകൾ സ്മോൾ പാക്കറ്റ്സ് ആക്കി മാറ്റുക. സ്മോൾ പാക്കറ്റ്സ് ആക്കി മാറ്റി
പഠിച്ച് മുന്നേറുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പം എന്താണ്, ആ ഡിഫിക്കൽട്ടുള്ള പാഠങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനും നിങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടും. എന്താണ്, ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്തു, ഇനിയുള്ളത് എനിക്ക് വളരെ കുറവ് സമയം കൊണ്ടാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അങ്ങനെ അതിനുശേഷം എന്താണ്, ഒരു മീഡിയം ലെവൽ നിങ്ങൾക്ക് ഇരിക്കുന്ന ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഇവിടെ ട്രിഗണോമെട്രിയും പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും കോണിസെക്ഷനും ഞാൻ ഈ ഭാഗത്ത് ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിൽ കണ്ട് തീർത്തു വെച്ചു. അതിനുശേഷം ഞാൻ ചിലപ്പോൾ പോകുക റിലേഷൻ, ഫംഗ്ഷനും സീക്വൻസ് ആൻഡ് സീരീസും സ്ട്രെയിറ്റ് ലൈൻസും ആയിരിക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്റർ കൂടിയുണ്ട്. സ്ട്രെയിറ്റ് ലൈൻസ് അതും നമുക്കൊരു 7 മാർക്ക് മുതൽ 10 മാർക്ക് വരെ വരുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ റിലേഷൻ, ഫംഗ്ഷൻ, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ ഞാൻ ആ മീഡിയം ലെവലിൽ തീർത്തു. പിന്നെ ഒരു ഈസി ലെവലിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തീരാൻ പറ്റുന്ന ബൈനോമിയൽ തിയറം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇങ്ങനെയുള്ള ചാപ്റ്ററുകളുടെ ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസും ചെയ്ത് തീർത്തു. അപ്പോൾ ആ ഒരു ജേർണി ഉണ്ട്, അതായത് നിങ്ങൾ പോകുന്ന വേക്ക് ഒരു പ്രോഗ്രസ് ഉണ്ട്. സ്റ്റെപ്പ് കയറുന്ന പോലെ നിങ്ങൾ ഓരോരോ ഘട്ടമായിട്ട് ഓരോരോ ലെവലുകളായി തിരിച്ച് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എന്താണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് പഠിച്ച് തീർത്ത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റ് സ്വാതന്ത്ര്യവും സമയവും സമാധാനത്തോടെ എല്ലാം ചെയ്യാനുള്ള കംപ്ലീറ്റ് പോസിബിലിറ്റി അവിടെ തെളിഞ്ഞു വരും. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം മക്കളെ. ഓക്കെ ആണോ? ഇനി 10ാം ക്ലാസ്സിനെ സംബന്ധിച്ച് നമുക്ക് എന്തായിരുന്നു ഒരു ബേസിക് ഉണ്ടായിരുന്നത്, ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് പഠിച്ചാൽ അതിലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിരുന്നു. എന്താണ്, എല്ലാത്തിൻ്റെ അകത്തുനിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പേര് പോലെ മനസ്സിൽ പതിക്കേണ്ട ഒരാളുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസും മിസലേനിയസ് ക്വസ്റ്റ്യൻസും എങ്ങനെയുള്ളവ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള മൈൽ സ്റ്റോൺ. അത് കൃത്യമായിട്ട് കവർ ചെയ്യുന്ന ഏതൊരാൾക്കും നല്ല മാർക്കോട് കൂടി വിജയം നേടാനായിട്ട് സാധിക്കും. മക്കളെ, ഇതാണ് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും ഡബിൾ എഫക്റ്റോടു കൂടി നിങ്ങൾ വിജയിക്കും. അതായത് ഇപ്പം NCERTയിലെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചോദിക്കുന്ന നിലവാരത്തിലേക്കാണ് കാര്യങ്ങൾ. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഏതായാലും ഇപ്പോൾ ഒരു ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ, അത് വല്ലാതെ ഡിഫിക്കൽട്ട് ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, തീർച്ചയായിട്ടും അത് ആ ടെക്സ്റ്റ് ബുക്കിലെ മിസലേനിയസിൽ താമസിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ മക്കളെ, NCERTയിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും മിസലേനിയസ് ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, പൂർണ്ണമായിട്ടും അതിനോട് നീതി പുലർത്തിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഉന്നത മാർക്കോടുകൂടി, ഏറ്റവും നല്ല മാർക്കോടുകൂടി വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ അത് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തു, ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വർക്കൗട്ട് ചെയ്യുക. അതാണ് മെയിനായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ടും നിങ്ങൾ ഈ വരുന്ന ഡിസംബർ എക്സാമിന് വേണ്ടി മനസ്സിലാക്കി ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അപ്പം എന്തൊക്കെയാണെന്നൊന്നുകൂടി ഞാൻ പറയാം. എന്തൊക്കെയായിരുന്നു? നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി, ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി, പ്രയോറിറ്റൈസ് ചെയ്തു, പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി, എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങി എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. അവസാനം ഏത് ടെക്സ്റ്റ് ബുക്ക്, ഒന്നുമില്ലടാ, NCERT ടെക്സ്റ്റ് ബുക്കിലെ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പം ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഇപ്പോൾ ഇത് കേട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കേട്ടിരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പേടിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് മിന്നൽ മുരളിയെ പോലെ രക്ഷകനായിട്ട് ആരുണ്ടടാ? ടെല്ല ക്ലാസ്സസ് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ആപ്പിൽ NCERT എസെൻഷ്യൽസ് എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ എക്സസൈസും മിസലേനിയസും എല്ലാം വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ നമ്മളുടെ വരുന്ന ദിവസങ്ങളിലുള്ള യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങൾക്കുള്ള കൺസേൺസും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങളുടെ വിലയേറിയ സ്നേഹം സബ്സ്ക്രൈബായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ മറ്റ് +1 കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഉജ്ജ്വലമായിട്ടുള്ള ക്ലാസ്സുകളുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ ബിജു സാർ സൈനിങ് ഓഫ്. ബൈ.